ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ പെഡലിൽ കൂടുതൽ ബലം നൽകാതെ വീലുകളിൽ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നതിന് ഡ്രൈവറെ സഹായിക്കുന്ന ഒന്നാണ് വാക്യൂം ബ്രേക്ക് ബൂസ്റ്റർ. ബ്രേക്ക് പെഡലിനും മാസ്റ്റർ സിലിണ്ടറിനും ഇടയിലായിട്ടാണ് ബ്രേക്ക് ബൂസ്റ്റർ ഉണ്ടാവുക. എഞ്ചിനിൽ നിന്നുള്ള വാക്യൂം ഉപയോഗിച്ചാണ് ഇത് പ്രവർത്തിക്കുന്നത്. എഞ്ചിൻ പ്രവർത്തിക്കുമ്പോൾ ഇൻടേക്ക്, അതായത് സക്ഷൻ സ്ട്രോക്കിൽ സിലിണ്ടറിൽ പിസ്റ്റൺ താഴേക്ക് വരുമ്പോൾ സിലിണ്ടറിൽ ഉണ്ടാകുന്ന പ്രഷറിലുള്ള വ്യത്യാസം പുറത്തുനിന്നുള്ള എയറിനെ സിലിണ്ടറിനുള്ളിലേക്ക് എത്തിക്കുന്നു. ഈ വാക്യൂമാണ് ബ്രേക്ക് ബൂസ്റ്ററിലും ഉപയോഗിക്കുന്നത്. ഈ കാണുന്നതാണ് ബ്രേക്ക് ബൂസ്റ്റർ. ഇതിനുള്ളിലെ പ്രവർത്തനം മനസ്സിലാക്കാൻ നടുവിൽ നിന്ന് കട്ട് ചെയ്താൽ ഇത്തരത്തിലായിരിക്കും കാണാൻ സാധിക്കുക. ബ്രേക്ക് ബൂസ്റ്ററിലെ ഈ രണ്ട് ഭാഗങ്ങളെ തമ്മിൽ നടുക്കുള്ള ഈ ഡയഫ്രം വേർതിരിക്കുന്നു. ഈ ഭാഗത്ത് വാക്യൂം പ്രഷറിനായി ഒരു ഹോസ് എഞ്ചിനിലേക്ക് എയർ വലിച്ചെടുക്കുന്ന ഇൻടേക്ക് മാനിഫോൾഡുമായി ബന്ധിപ്പിച്ചിരിക്കും. വാക്യൂം ക്ലീനർ പ്രവർത്തിക്കുന്ന പോലെ വലിച്ചെടുക്കുകയാണ് ഇൻടേക്ക് മാനിഫോൾഡുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഈ ഹോസ് വഴി നടക്കുന്നത്. ബ്രേക്ക് അപ്ലൈ ചെയ്യാത്ത സമയങ്ങളിൽ ഈ ഡയഫ്രത്തിന്റെ രണ്ട് ഭാഗത്തും വാക്യൂം പ്രഷർ ആയിരിക്കും ഉണ്ടാവുക. ബ്രേക്ക് പെഡൽ അമർത്തുമ്പോൾ ഇവിടെയുള്ള വാൾവ് തുറക്കുകയും ഇതുവഴി പുറത്തുനിന്നുള്ള എയർ ഈ വാക്യൂമുള്ള ഭാഗത്തേക്ക് പ്രവേശിക്കുന്നു. ഇവിടെ ഈ വാക്യൂമുള്ള ഭാഗത്ത് പുറത്തുനിന്നുള്ള എയർ കയറുകയും ഈ ഡയഫ്രത്തിനെ തള്ളുകയും ഈ ഭാഗത്ത് ഈ ഓസ് വഴി എത്തുന്ന വാക്യൂം ഈ ഡയഫ്രത്തിനെ ഈ ഭാഗത്തേക്ക് വലിക്കുകയും ചെയ്യും. അങ്ങനെ ഡ്രൈവർ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഡ്രൈവർ പെഡലിൽ നൽകുന്ന ബലത്തിനേക്കാളും 2 മുതൽ 4 ഇരട്ടിയിലധികം ഫോഴ്സ് മാസ്റ്റർ സിലിണ്ടറിലേക്ക് അപ്ലൈ ചെയ്യാൻ ഈ ബ്രേക്ക് ബൂസ്റ്റർ കൊണ്ട് സാധിക്കും. പിന്നീട് ബ്രേക്ക് റിലീസ് ചെയ്യുന്ന സമയത്ത് ഈ റിട്ടേൺ സ്പ്രിംഗ് ഈ ഡയഫ്രത്തിനെ വീണ്ടും നടുവിലേക്ക് എത്തിക്കുകയും രണ്ട് ഭാഗത്തും വാക്യൂം നിറയുകയും ചെയ്യും.